2 വീക്ക് കഴിഞ്ഞാൽ പിന്നെ പക്ക പണി തുടങ്ങാൻ പറ്റുന്ന ആഴ്ചകളാണ് 3, 4, 5, 6 ഒക്കെ. 2 ആഴ്ച നമ്മൾ നോമിനേഷനിൽ വന്ന് ഫ്രീ ആയിട്ട് നമ്മൾ നമ്മുടെ ഗെയിം തന്നെ അനലൈസ് ചെയ്ത് ഒന്ന് ഇരുത്തി പണിയാനായിട്ട് പറ്റും. എന്റെ കാര്യത്തിൽ ജിൻഡോ ബ്രോ എനിക്കത് മിസ്സായി. 3, 4 ഒക്കെ ആവുമ്പം നമുക്ക് ആളുകളെ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. വീക്കെൻഡ് എപ്പിസോഡ് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി, നമുക്ക് മനസ്സിലാവും എന്താണ് ഏതാണെന്നൊക്കെ. ഞാൻ തിരിച്ചു വന്നപ്പോ എല്ലാരും നിലയുറപ്പിച്ച് നിൽക്കുകയാണ് ഇവിടെ. അങ്ങനെയുള്ളപ്പോ എനിക്കൊരു പുതിയ ഓപ്പണന്റിനെ ഉണ്ടാക്കാനൊക്കെ നല്ല പാടാണ്. സിജോ ജിൻഡോയോട് പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. ഇപ്പൊ ലൈവിനകത്ത് നടന്ന കോൺവെർസേഷൻ ആണ്. ജിൻഡോ ഇതിനെല്ലാം ശരി വെക്കുന്നുണ്ട്. ഞാനും നീ പറഞ്ഞ രീതിയിലാണ് കളിച്ചതെന്നൊക്കെ ഇരുന്ന് പറയുന്നുണ്ട് ജിൻഡോ. അതുപോലെ അൻസിബയെ പറ്റിയും ഗിബ്രിയെ പറ്റിയൊക്കെ സിജോ പറയുന്നുണ്ട്. ഇത്തവണത്തെ പവർ റൂം കോൺസെപ്റ്റിലെ ഏറ്റവും എക്സ്പോസ് ആയത് അൻസിബയാണ് എന്ന രീതിയിലൊക്കെ സിജോ പറയുന്നുണ്ട് കുറെ കാര്യങ്ങള്. പിന്നെ ഗിബ്രി ഒരു പാവം പിടിച്ച പയ്യനാണ്, സ്നേഹിയാണ്, എന്തൊക്കെ പറഞ്ഞാലും അവന് ആ ഒരു സ്നേഹമുണ്ട് എല്ലാരോടും എന്നൊക്കെ പറയുന്നുണ്ട് സിജോ. ഉടനെ ജിൻഡോ പറയുന്നത് ജാസ്മിനാണ് അവനെ തിരിച്ചു വിട്ടത് എന്ന രീതിയിൽ. അവള് ദുഷ്ടയാണെന്നത് ഞാൻ പറയത്തില്ല ജിൻഡോ ബ്രോ. പറയുമ്പോ നമ്മള് തിരുത്താൻ റെഡി ആയിട്ടുള്ള ഒരു മനസ്സ് വേണം ആരായാലും. അതിന് അവള് റെഡി അല്ല എന്നൊക്കെ സിജോ പറയുന്നുണ്ട്. പിന്നെ ഗിബ്രിയുടെ ക്ലാരിറ്റി ഇല്ലായ്മയെ വിമർശിച്ച് പറയുന്നുണ്ട്. അതെങ്ങനെ അങ്ങനെ വരുന്ന ജിൻഡോ ബ്രോ? എനിക്കതൊട്ടും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കേസൊന്നും അല്ല. എന്റെ ഉള്ളിൽ എപ്പോഴും ഒരു ഇതുണ്ടാവും, ഫ്രണ്ട് ആണോ അല്ലെങ്കിൽ അതിലും മുകളിലാണോ എന്നുള്ള ഒരു സംഭവമൊക്കെ എന്റെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവും എന്ന് സിജോ പറയുന്നുണ്ട്. അപ്പൊ ജിൻഡോ പറയുന്നുണ്ട് അതെ ഏച്ച് കിട്ടിയാലും മുഴച്ചിരിക്കും എന്നുള്ള രീതിയിലൊക്കെ ജിൻഡോ പറയുന്നുണ്ട്. പിന്നെ സിജോ പറയുന്നു ലാലേട്ടൻ പറയുന്ന ഓരോ കാര്യങ്ങൾ തിരുത്തി മുന്നോട്ട് പോയാൽ ഒരുപാട് ദിവസം നമുക്ക് ഇവിടെ നിൽക്കാനായിട്ട് പറ്റും. ലാലേട്ടൻ വരുന്നത് നമുക്ക് വേണ്ടിയാണ് എന്ന് സിജോ പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച എക്സ് കണ്ടസ്റ്റൻസ് വരുന്നതിനെ പറ്റിയൊക്കെ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്. ജാനു പുറത്താവേണ്ടതല്ലായിരുന്നു, നല്ല സ്നേഹമുള്ള ആളാണ്, ആക്ട് ചെയ്യാനൊന്നും അറിയത്തില്ല എന്ന് സിജോ പറയുന്നുണ്ട്. പിന്നെ ജിൻഡോയ്ക്ക് ഉണ്ടായ ആ ഒരു ഹാർട്ട് ബ്രേക്കിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് ജാനു പുറത്തായപ്പോൾ. ഇങ്ങനെ ഊർവശി ചേച്ചി പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് രണ്ടുപേരും തമ്മിലുള്ള ചർച്ചകൾ. ലൈവിൽ ഇപ്പോഴും ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് സെക്ഷനിൽ പങ്കുവെക്കുക. കോൺവെർസേഷൻ അതേപടി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. 10,000 സബ്സ്ക്രൈബേഴ്സ് ആക്കാൻ വേണ്ടിയുള്ള ചെറിയൊരു ബത്തപ്പാടിലാണ്. സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.